CPM ക്രിമിനൽ അർജുൻ ആയങ്കിക്കെതിരായ കാപ്പ ചുമത്താൻ നടപടി തുടങ്ങി പോലീസ്. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ഈ ആഴ്ചയ്ക്കുള്ളിൽ നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. അതേസമയം അർജുൻ ആയങ്കി കണ്ണൂരിൽ എത്തിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ കണ്ണൂരിന്റെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. സുഹൃത്ത് പ്രണവ്, ബന്ധു കുട്ടൻ എന്നിവർക്കൊപ്പമായിരുന്നു അർജുൻ സഞ്ചരിച്ചത്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്നും ചേരുന്നത്. മിഥുൻ, ഈ അർജുൻ ആയങ്കി കഴിഞ്ഞ ബുധനാഴ്ച തന്നെ കണ്ണൂരിലെത്തിയിരുന്നു. അതിനുശേഷം കാർ മാർഗം കണ്ണൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുകയായിരുന്നു. എന്നിട്ടൊന്നും ഈ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എത്രത്തോളം നിഷ്പ്രഭമാണ് പോലീസ് സംവിധാനം എന്നത് ഈ ഒറ്റ സംഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ മിഥുൻ. തീർച്ചയായും ഗൗതം, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് എറണാകുളത്ത് നിന്ന് മലബാറിലേക്ക് ഈ അർജുൻ ആയങ്കി പുറപ്പെട്ടത്. ആ സമയത്ത് എടപ്പാളിലും പല ടോൾ ബൂത്തിലും അടക്കം അർജുൻ ആയങ്കിയുടെ മുഖം CCTV ദൃശ്യങ്ങളിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. അതേ വ്യക്തി അന്ന് വൈകുന്നേരം 5-ാം തീയതി തന്നെ കണ്ണൂരിൽ എത്തുകയും കണ്ണൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങുകയും ചെയ്തു. സുഹൃത്ത് പ്രണവ്, ബന്ധു കുട്ടൻ എന്നിവർക്കൊപ്പമായിരുന്നു അർജുൻ ഉണ്ടായിരുന്നത്. ഈ പ്രണവും കുട്ടനും ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇയാൾ പോവുകയും ചെയ്തു. അന്ന് വാഹനത്തിൽ നിന്ന് ആളുകൾ തിരിച്ചറിയുമോ എന്ന് പേടിച്ച് വാഹനത്തിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങിയിരുന്നില്ല. തുടർന്ന് 6-ാം തീയതിയാണ് രാത്രി തളിപ്പറമ്പിലെ ലോഡ്ജിലെത്തി താമസിച്ചത്. 7-ാം തീയതിയും 8-ാം തീയതിയും ലോഡ്ജിൽ തന്നെ തുടർന്നു. പിന്നീട് തളിപ്പറമ്പിൽ നിന്ന് പയ്യന്നൂരേക്ക് കടക്കാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ അവിടെയും പിടിക്കപ്പെടുമോ എന്ന ഭയമുണ്ടായി. തുടർന്നാണ് കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് ഇയാൾ പിടിയിലാവുകയും ചെയ്തു. അതിലും 2-3 ദിവസമായി കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയെന്ന് ഓർക്കണം. ഇത്രയും വലിയ പോലീസ് സംവിധാനം ഉണ്ടായിട്ട് കൂടി പിടിക്കാൻ വൈകി എന്നൊരു കാര്യം തന്നെയാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ വാർത്തയിൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കം ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം DIG കാർത്തിക് തന്നെ പറഞ്ഞിരുന്നു ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്ന നടപടികൾ തുടരുകയാണ്. കേസ് ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഈ ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകും. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് ഈ ഒരു റിപ്പോർട്ട് നൽകുക. തുടർന്ന് ജില്ലാ കളക്ടറുടെ ശുപാർശ അനുസരിച്ചാണ് ഈ ഒരു തുടർ നടപടി ഉണ്ടാവുക. സ്വാഭാവികമായി 2 കേസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കാപ്പ ചുമത്താമെന്നൊരു നടപടിയുണ്ട്. അതായത് ക്രിമിനൽ കേസുകൾ 2 കൂടുതലുണ്ടെങ്കിൽ കാപ്പ ചുമത്താവുന്നതാണ്. എന്നാൽ അർജുൻ ആയങ്കിക്കെതിരെ 20-ലധികം കേസുകളുണ്ട്. അതുകൊണ്ട് കാപ്പ ചുമത്താൻ തടസ്സങ്ങളില്ല. ആ നടപടി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗൗതം. ഓക്കെ, വ്യക്തമാണ് മിഥുൻ. എന്തായാലും ഈ CPM ക്രിമിനൽ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുവാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കേസ് കൂടിയാണ്. കാരണം ഈ CPMന്റെ ഈ ക്രിമിനൽ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ കണ്ണൂരിൽ എത്തിയതാണ്. അതിനുശേഷം പിന്നീട് ഇയാൾ സുഹൃത്തുക്കൾക്കൊപ്പം കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലേക്ക് യഥേഷ്ടം സഞ്ചരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഈ സഞ്ചരിക്കുന്ന വേളയിൽ തന്നെയാണ് ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും ഒക്കെ ഇയാൾ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും കേരള പോലീസിന്റെ ചരിത്രത്തിൽ മറ്റൊരു നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഈ അർജുൻ ആയങ്കി കേസ് എന്ന കാര്യത്തിൽ സംശയമില്ല. മിഥുൻ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്ന് നൽകുകയായിരുന്നു.